ഹാബിൽ നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പം അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കോമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. നല്ല രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. നമ്മുടെ ലെവലിൽ കറക്റ്റ് ആയിട്ട് ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കോമന്റ് സെക്ഷൻ. അല്ല, ഞാൻ ഉദ്ദേശം മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ അതിൻ്റെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അത് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ അതിന് ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഓഡിയൻസിലെ ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ മേ ബി എന്തെങ്കിലും പോരായ്മകൾ നമുക്ക് പറഞ്ഞു തരും. ഇനിയിപ്പോൾ ആരും നമുക്ക് പറഞ്ഞു തരാനില്ലെങ്കിൽ പോലും നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ ദൈവദൂതനെ പോലെ നമ്മളെ മെറ്റ നമുക്ക് പറഞ്ഞു തരും. അതായത് ഞാൻ ഒരു ഡെമോ രൂപത്തിൽ പറഞ്ഞുതരാം. ഈ ഒരു കോണ്ടന്റ് ചെയ്യും, ആ ഒരു കോണ്ടന്റ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക് ആണ് നിനക്ക് വേണ്ടത്. നീ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ എന്റെ ചാറ്റിൽ കയറിയിട്ട് നിന്റെ കോണ്ടന്റ് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് തൊട്ട് താഴെ മെറ്റനെ ടാഗ് ചെയ്തിട്ട് നിനക്ക് എന്താണോ അറിയേണ്ടത് അത് ചോദിക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മെറ്റ തിരിച്ച് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ വരും. അതായത് ആ ഒരു കോണ്ടന്റിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഒരു ചോദ്യങ്ങൾക്ക് നീ പ്രോപ്പറായ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ ആ ഒരു ആൻസേഴ്സിനെയും അതുപോലെ തന്നെ ആ ഒരു കോണ്ടന്റിനെയൊക്കെ വളരെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ഫീഡ്ബാക്ക് നിനക്ക് തരും. പക്ഷെ അത് ആ ഒരു ചോദ്യങ്ങൾക്ക് നീ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കണം. നമ്മളിപ്പോ പറയുമല്ലോ, അതായത് ഡോക്ടറോട് വക്കീലോടൊന്നും കളവ് പറയരുത്. എന്താ ഡോക്ടറോട് കളവ് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? കളവ് പറഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് അസുഖം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന മെഡിസിൻസ് മാറും. വക്കീലിനോട് കളവ് പറഞ്ഞാലോ ജയിലില്ല. അതേപോലെ തന്നെ മെറ്റിനോട് കളവ് പറഞ്ഞാലും നമുക്ക് പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കി. അപ്പൊ ഈ കോണ്ടന്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപകാരം ഇമേജസ്, അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് ഒരുപാട് ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ ആവശ്യമുണ്ട്. HD ക്വാളിറ്റി, AI ജനറേറ്റഡ് ക്വാളിറ്റി ഇമേജസ് ആവശ്യമുള്ള മറ്റേ എന്റെ ചാറ്റിലൂടെ തന്നെ നമ്മൾ ചോദിക്കാം, പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ അതായത് ഒരാൾ കാർ ഓടിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ലൈക്ക് എന്ത് ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സൂര്യൻ രണ്ട് മലകൾക്കിടയിൽ ഇങ്ങനെ പൊന്തി വരുന്നത്, നമ്മൾ പണ്ട് ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ ഈ നീന്തണതോ അതിപ്പോ മെറ്റിനോട് ചോദിക്കുന്നത് ഇപ്പൊ നീന്തണത് വെച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമേജസ് ഒക്കെ നമ്മൾ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് വേണ്ട സ്ഥലത്ത് സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.